എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൾട്ടി ഫങ്ഷൻ മീറ്ററാണ്. മൾട്ടി ഫങ്ഷൻ മീറ്റർ, ഇത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, മൾട്ടി ഫങ്ഷൻ മീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ നല്ല സെറ്റപ്പായിട്ടുള്ളൊരു മീറ്റർ, ഒരു കാറ്റലോഗുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ കാര്യവും അറിയാം. എല്ലാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അറിയാം, വാട്ട്സ് അറിയാം, KWH അറിയാം, ആംബിയർ അറിയാം, ഫ്രീക്വൻസി അറിയാം, PF അറിയാം. അതൊരു വീടിനെ, ഒരു സിംഗിൾ ഫേസ് വീടിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇതിൽ നമുക്ക് ഓരോ ഉപകരണങ്ങൾ എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആംബിയർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ മീറ്റർ ശരിയാണോ എന്നൊക്കെ ഇതിൽ നോക്കി അറിയാൻ പറ്റും. ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ മീറ്റർ റീഡിങ് വരെ ഇതിൽ കാണിക്കും, KWH കാണിക്കും. ഇത് 220 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. 0 മുതൽ 300 വോൾട്ട് വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഇതിൽ ആക്റ്റീവ് പവർ കാണിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ഒരു റെയിൽ മൗണ്ടഡ് സാധനമാണ്. ചൈനയാണ്. 1400 രൂപ വില വരുന്ന ഒരു സാധനമാണ്. അതായത് ഫ്രീക്വൻസി കാണിക്കും, റേഞ്ച്, വോൾട്ടേജ് റേഞ്ച്. ഇത് CT. ഇതിലൂടെ ഒരു വയർ കടത്തിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംബിയർ, വാട്ട്സ് ഒക്കെ ഈ മീറ്ററിൽ കിട്ടാവുന്നതാണ്. അങ്ങനെ നല്ലൊരു വീടിന് ആവശ്യമായ ഒരു മീറ്ററാണ്. നമുക്ക് കറണ്ട് ചാർജ് എത്ര ഉണ്ടെന്ന് ഈ മീറ്ററും ഇലക്ട്രിസിറ്റി ബോർഡിലെ മീറ്ററും തമ്മിൽ ഒത്തു നോക്കാം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ മീറ്റർ റീഡിങ്ങുമാരുടെ തെറ്റായ റീഡിങ് നമുക്ക് ഒഴിവാക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിന് വേറെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ തന്നെ ഈ നല്ല സാധനമാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിലാണ് ഇത് പ്രവർത്തിക്കാനുള്ള വോൾട്ടേജ് കൊടുക്കേണ്ടത്. ഇത് CT ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആംബിയർ ഇതിൽ രേഖപ്പെടുത്തും. ഏറ്റവും നല്ലൊരു സാധനമാണ്. കുഴപ്പമില്ല, വിശ്വസിക്കാം. ഓക്കെ.